ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഉത്സവമൊക്കെ ആവാറായിട്ടുണ്ട്. അതിനായിട്ട് വേണ്ടിയിട്ട് ഉത്സവ കൊടി എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ നേരെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ടോക്കു ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ലാത്തതുകൊണ്ടും ടോക്കുവിന് ട്രെയിനിൽ പോകണമെന്നുള്ള നിർബന്ധത്താലും നമ്മളങ്ങനെ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. നേരെ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുക. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നേ. അപ്പോൾ നമ്മുടെ ട്രെയിന് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ ട്രെയിൻ ഒരു 7:40 8 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുക. അപ്പോഴത്തേക്കും കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറേ നാളായി ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടോക്ക് ഓരോ ട്രെയിൻ വരുന്നത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ. അവൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ ട്രെയിനും എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ ട്രെയിനിലൊക്കെ കയറി നമ്മുടെ സ്റ്റേഷനിൽ തമ്പാനൂരിലെത്തിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഷൻ എത്തിയിട്ടും ടോക്കിന് ഇറങ്ങണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാതെ അങ്ങനെ ട്രെയിനിലിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണേ. അപ്പോൾ നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ നമ്മുടെ അട്ടക്കുളങ്ങര രാമചന്ദ്രനിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ഒരുപാട് കലമൊക്കെ ഇങ്ങനെ പൊങ്കാലയ്ക്കുള്ള കലമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ പോയപ്പോഴത്തേക്കും ഉത്സവമൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. 2-3 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ തുടങ്ങുക. അപ്പോൾ അതിന് മുന്നേ വന്ന കലങ്ങളൊക്കെയാണ് കേട്ടോ. അത് നിറയെ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ രാമചന്ദ്രനിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഷോപ്പ് തുറന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കാണ് ഓരോരുത്തർ വന്നു തുടങ്ങിയത്. നേരെ ചെന്നപ്പോഴത്തേക്കും ആദ്യം തന്നെ ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് എന്തോ 480 അങ്ങനെ എന്തൊക്കെ ആയിരുന്നു റേറ്റ് വന്നിട്ട്. അങ്ങനെ നോക്കിയിട്ട് മെറ്റീരിയൽ വലിയൊരു സുഖമില്ലാത്തതുകൊണ്ട് തന്നെ 3-4 ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അതൊന്നും എടുത്തില്ല. ഏതോ 1-2 അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതും നോക്കിയിട്ട് നേരെ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ. അടുത്തത് വന്നിട്ട് സാരിയുടെ സെക്ഷനിലായിരുന്നു. സാരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കോട്ടൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പുതിയ സ്റ്റോക്കുകൾ വന്നതാണ് കേട്ടോ. നമ്മുടെ ഉത്സവമൊക്കെ പ്രമാണിച്ച് പൊങ്കാലയുടെയൊക്കെ സാരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോട്ടൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് 1500 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ നല്ല റേറ്റ് 3000 എബോവ് വരുന്ന റേറ്റുകളുണ്ടായിരുന്നു കേട്ടോ. ഈ സാരിയൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കോട്ടൻ്റെ. അങ്ങനെ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി ഷർട്ടും മുണ്ടും ഒക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് ലുങ്കിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ലുങ്കിയൊക്കെ എടുത്തതിന് ശേഷം നല്ല തളർന്നു കേട്ടോ. വിശന്ന് വന്നപ്പോഴത്തേക്കും മുകളിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. കാരണം രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 10-11 മണിയൊക്കെ ആയി കാണും. അങ്ങനെ ബോണ്ടയും പഴംപൊരിയും ലൈം ജ്യൂസും പിന്നെ 2 ഗീ റോസ്റ്റും ഒക്കെ വാങ്ങിച്ചായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം കിഡ്സ് വെയർ നോക്കാനായിട്ട് പോയപ്പോഴേക്കും അവിടുത്തെ ടോയ്സ് ഇരിക്കുന്നുണ്ടിട്ട് ടോക്കോന് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്ലൂ കളർ കാറാണ് അവിടെ എടുത്തിട്ട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും എടുത്തു കൊടുത്ത് അവന് വീട്ടിലിടാനായിട്ടുള്ള ഡ്രസ്സും ഒക്കെ നോക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം നേരെ നമ്മുടെ അമ്മയുടെ നൈറ്റിയൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി അവർ നൈറ്റിയൊക്കെ എടുക്കുന്ന സമയത്തേക്ക് ഞാൻ പിന്നെ അവിടെ ഒരു സ്റ്റൂള് കിട്ടി. അങ്ങനെ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടോക്കുവിനുള്ള ചപ്പലൊക്കെ നോക്കണമായിരുന്നു. അതും നോക്കി ഞാനും ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഒരു സമയം ഒരു 2-2:30 ആയി കാണും. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.